75 വയസ്സാകാറായ നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ആർക്കെന്ന ചർച്ചയാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സമയത്ത് ഏറെ വിവാദമായ ഈ വിഷയം പിന്നീട് ദുർബലപ്പെട്ടെങ്കിലും ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആ ചോദ്യത്തിന് ഉത്തരമായി എന്ന് വേണം കരുതാൻ. മറ്റാരുമല്ല, മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തതിന്റെ പരിചയ സമ്പന്നതയുമായി വരുന്ന നിതിൻ ഗഡ്കരി. ഏകാധിപത്യ ഭരണത്തിലേക്ക് വഴിമാറാൻ മോദി ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർന്നപ്പോൾ തന്നെ കേന്ദ്ര ഭരണത്തിൽ RSS ഇടപെട്ടിരുന്നു. എന്നാൽ മോദിക്ക് RSSനോടുള്ള നീരസം ഇതോടെ മറനീക്കി പുറത്തു വന്നത് പിന്നീട് ചർച്ചയായി. ഈ കാലയളവിൽ RSS ആസ്ഥാനമായ നാഗ്പൂരിലെ MP ആയ നിതിൻ ഗഡ്കരി ഇവിടെ പ്രധാനമന്ത്രിയും അമിത്ഷായും പൊതുസമ്മേളനത്തിനെത്തിയപ്പോൾ പങ്കെടുക്കാതിരുന്നതിന് പിന്നിൽ RSS തന്നെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. പ്രധാനമന്ത്രിയുടെ വരവ് നാഗ്പൂരിലെ BJP പ്രവർത്തകർ മഹാസമ്മേളനമായി നടത്തുമ്പോൾ ഗഡ്കരി മണ്ഡലത്തിലെ ചെറിയ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അനന്തരഫലം പിന്നീട് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിലേക്ക് നയിച്ചു. ഇതിനിടെയാണ് കെജ്രിവാൾ മോദിയുടെ പ്രായപരിധി അവസാനിക്കുന്നുവെന്ന ബോംബുമായി പ്രത്യക്ഷപ്പെട്ടത്. ഇതും കൂടി കണക്കിലെടുത്തതോടെ അടുത്ത പ്രധാനമന്ത്രി പദം എന്ന ലക്ഷ്യത്തിനായി ഒരുങ്ങാൻ നിതിൻ ഗഡ്കരിയോട് RSS നിർദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി RSSും നിതിൻ ഗഡ്കരിയും രംഗത്തിറങ്ങി. മഹാരാഷ്ട്രയിൽ സീറ്റുകൾ തൂത്തുവാരുകയും ചെയ്തു. മഹാരാഷ്ട്രയുടെ മനമറിയുന്ന നിതിൻ ഗഡ്കരി ഇതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്കൊപ്പം എത്തി എന്നതാണിപ്പോൾ വ്യക്തമായത്. ലോക്സഭയിൽ ഗഡ്കരിയുടെ ഇരിപ്പിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, അമിത്ഷാ എന്നിവർക്കു ശേഷം 4ാം നമ്പറായി ഉയർത്തി നൽകിയതിന് പിന്നിലും RSSന്റെ സമ്മർദ്ദമുണ്ടെന്നാണ് അറിയുന്നത്. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ മോദിക്ക് 75 വയസ്സാകും. LK അദ്വാനിയെ ഒതുക്കാൻ മോദി ഉപയോഗിച്ച ആയുധം ഇനി ഗഡ്കരി ഉപയോഗിക്കും. ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിതിൻ ഗഡ്കരി എന്ന അനുസരണയുള്ള സംഘപുത്രനെയാണ് RSS മനസ്സിൽ കണ്ടിരിക്കുന്നത്. മോദിയും അമിത്ഷായും അടങ്ങുന്ന ഗുജറാത്ത് ലോബിയെ താഴെയിറക്കി പഴയ ബോംബെ ബെൽറ്റിന്റെ ഭരണം തിരിച്ചെത്തിക്കാൻ ഒരു വിഭാഗം ബിസിനസ് സമ്രാട്ടുകളും മാധ്യമങ്ങളും ഗഡ്കരിയെ പിന്തുണയ്ക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ഒരു രാജ്യത്ത് 50% ആ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും ഇല്ലാതാവുമെന്ന ഗഡ്കരിയുടെ വർഗീയ പരാമർശം കൂടി ആയതോടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള യാത്ര അദ്ദേഹം ഉറപ്പിച്ചതായിട്ടാണ് സൂചന.